Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. ഫൈൻ മാം. സുഖമാണ്. മലയാളം മാഡത്തിന് സുഖമാണോ? സുഖം. ഇംഗ്ലീഷ് ക്ലാസ്സിക്ക് മലയാളം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും? ആക്റ്റീവ് ആണോ? Yes, ma'am. എല്ലാവരും ക്ലാസ്സിൽ റെഡിയാണ് അല്ലെ? ഓക്കെ. മാം പറഞ്ഞായിരുന്നു എക്സാമിന്റെ കാര്യം ചോദിച്ചിട്ട് പറയാം. എക്സാമിന്റെ കാര്യം ചോദിച്ചു. എക്സാം ഇല്ല എന്നാണ് പറഞ്ഞത്. സന്തോഷമായോ എല്ലാവർക്കും? താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. പിന്നെ നമുക്ക് സംസാരിച്ച് പഠിക്കാലോ, അപ്പൊ കുത്തിയിരുന്ന് പഠിക്കണ്ടല്ലോ. എക്സാം ഇല്ലെങ്കിൽ നല്ലതല്ലേ മാം, നമുക്ക് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യാൻ പഠിക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് കോഴ്സിൽ ഇത് ഇംഗ്ലീഷ് ആഡ് ചെയ്ത് നമുക്ക് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് കോഴ്സ്. ഇംഗ്ലീഷ് കോഴ്സ് അല്ല, അതിന്റെ കോഴ്സിൽ ഇംഗ്ലീഷ് ചെയ്തേ. ഓക്കെ. ഇപ്പൊ എക്സാം ഇല്ല എന്നാ പറഞ്ഞു. എക്സാം ഉണ്ടായിരുന്നാണ്, ഇപ്പൊ എക്സാം അവർ മാറ്റിയിരുന്നു. Exam ഇല്ലേ മിസ്സേ? എക്സാം ഇല്ല എന്നല്ല, ഇംഗ്ലീഷിന് എക്സാം ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അതന്നെ. ഇംഗ്ലീഷില്ല. ഓക്കെ. അപ്പൊ ഡൗട്ട് അങ്ങനെ ക്ലിയർ ആയി അല്ലേ? യെസ് മാം. അപ്പൊ നന്നായിട്ട് സംസാരിക്കാലോ അല്ലേ? യെസ് മാം. ട്രൈ ചെയ്യാം മാം. ഓക്കെ. അപ്പൊ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. ഇനി പ്രസന്റ് ടെൻസ് നോക്കണോ? എന്താ പറയുന്നത് നിങ്ങള്? നോക്കണോ? നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോയാലോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒരു മലയാളം പറയട്ടെ? നിങ്ങൾ പറയാൻ പറ്റും നോക്കോ? യെസ് മാം. റെഡിയാണോ? റെഡി? യെസ്. റെഡിയാണ്. ഓക്കെ. അപ്പൊ തുടങ്ങാം നമുക്ക്. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. I am living I am living Thrissur. I am living in Thrissur. I am living in Thrissur. I am living in Thrissur. ഉറപ്പാണ്. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. I am living in Thrissur. ഉറപ്പില്ല കേട്ടോ. എന്നാ ഉറപ്പില്ല, ഉറപ്പ് വേണം. എന്നാലും ചോദിച്ചു ഉറപ്പാണോ എന്ന്. ഷുവർ ആണോ? Sure. ഓക്കെ. ഷുവർ ആണെന്നാണ് പറയുന്നത്. അല്ലേ എനിക്ക് ഷുവർ ആണെന്ന് പറഞ്ഞു. അപ്പോ ഐ ആം ലിവിങ് തൃശ്ശൂർ. ഐ ആം ലിവിങ് ഇൻ തൃശ്ശൂർ എന്നാണ് പറഞ്ഞത്. മീനിങ് പറയൂ എന്നെ. I am living in Thrissur. I am living in Thrissur. പറയൂ. എന്തായിരുന്നു മലയാളം? I am living in Thrissur ആണെങ്കിൽ. ഞാൻ തൃശ്ശൂര് താമസിക്കുന്നു. ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. I'm reside in Thrissur എന്ന് പറഞ്ഞാലോ? Reside in Thrissur എന്ന്. I'm decided. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ വരിക? ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത് എന്നാണ്. I live in Thrissur.
ആണോ? അങ്ങനെയാണോ? ഐ ലിവ് ഇൻ തൃശ്ശൂർ. I am living in Thrissur. I lives in Thrissur. ഐ ലിവ്സ് ആണോ? ഐ ലിവ് ഇൻ തൃശ്ശൂർ. അങ്ങനെയാണോ? എന്താണ് ഇത്ര സംശയം? ആ, I am living in Thrissur. ഐ ലിവ് ഇൻ തൃശ്ശൂർ. ഐ ലിവ് ഇൻ തൃശ്ശൂർ. അതാണ് correct. ഐ ആം ലിവിംഗ് എന്ന് പറയുമ്പോ കണ്ടിന്യൂ ആണ്, മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഞാനിപ്പോ പറഞ്ഞ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ തൃശ്ശൂരിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോ അത് സിമ്പിൾ I live പ്രസന്റ് in ആണ്. Thrissur. അപ്പൊ ഐ ലിവ് ആവത ലിവ്സ് വരില്ല കേട്ടോ. ഐ ലിവ്. ഇപ്പൊ അവൻ തൃശ്ശൂരിൽ താമസിക്കുന്നു എന്നാണെങ്കിലോ അവൻ തൃശ്ശൂരിൽ താമസിക്കുന്നു. He lives in Thrissur. Yeah, he lives in Thrissur. Okay, clear ആയി. അവൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. He lived in തൃശ്ശൂർ. ഇവിടെ ഇല്ല. ഇവിടെ എന്ന് പറയുമ്പോ രമ്യ പാസ്റ്റ് അല്ലേ? We live in Thrissur. അവൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. പ്രസന്റ് ആണ്. In Thrissur. എന്താ പറയാ? He lives in Thrissur. He's living in Thrissur. Living ആ വരാ. എന്താ ഡൗട്ട്? പെട്ടെന്ന് പറയാവുന്നല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, വേറെ നോക്കാം. അവൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു. അവൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു. She പ്രസന്റ് ആണ്, പാസ്റ്റ് അല്ല. എന്താ പറയാ? അവൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു. എല്ലാ വേർഡും നോക്കിയേ. അവൾ എന്ന് പറയുമ്പോ She. സ്ഥിരമായി എന്ന് പറയുമ്പോ ഡെയിലി. ഡെയിലി ആണ്. ഡെയിലി എന്ന് പറയുമ്പോ എന്താ? എല്ലാ ദിവസവും അല്ലേ? അത് സ്ഥിരമാണ്. takes medicines regularly. റെഗുലർലി. She takes medicines regularly. ഷീ ടേക്സ് ആണോ വരാ? ഈറ്റ്സ്. കഴിക്കുന്നു. Eat medicines regularly. ഈറ്റുന്നാണ് വരാ. പക്ഷെ നമ്മൾ മെഡിസിൻ ഒക്കെ അങ്ങനെ ഈറ്റിന് ഉപയോഗിക്കുമോ? അതിന് പ്രത്യേകം ഒരു വേർഡില്ലേ, ഹാവ് പറയാലോ. നമുക്ക് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുമ്പോ ഹാവ് യൂസ് ചെയ്യാറില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അല്ലെ? അവിടെ ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ്? കഴിക്കുക എന്നൊരു മീനിങ് ആ ഹാവിനുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോ ഇവിടെ അവളാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ? ഷീ ഹാഡ്. ഷി ഹാഡ് പാസ്റ്റ് അല്ലേ? വടി എടുത്ത് ഞാൻ അടിക്കൂട്ടാ. ഷി ഹാവ്. She has. She takes medication regularly. ഷി ഹാസ് മെഡിസിൻ റെഗുലർലി. ശരിയായിരുന്നു മേഡം. ഷി ഹാസ് ആണോ വരുന്നത്? ഷി ഹാസ് മെഡിസിൻ റെഗുലർലി. സിമ്പിൾ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. അവിടെ ഹാസ് വന്നിരിക്കുന്ന വേർഡ് കഴിച്ചു എന്ന മീനിങ് ആണ്, കഴിക്കുന്നു എന്ന മീനിങ്. കാരണം ഷീ വന്നതുകൊണ്ടാണ് ഹാസ് വന്നത്. അപ്പൊ കഴിക്കുന്നു എന്നൊരു മീനിങ് അവിടെ വന്നു. ഇപ്പൊ ഞാൻ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നു എന്നാണെങ്കിൽ എന്ത് വരും? She have medicines. ഞാൻ സ്ഥിരമായ മരുന്നുകൾ കഴിക്കുന്നു. I had. കഴിച്ചു എന്നല്ല ഞാൻ പറഞ്ഞ, കഴിക്കുന്നു. മെഡിസിൻ റെഗുലർലി. Have വരും. I have. She takes medication regularly. മെഡിക്കേഷൻ അല്ല, മെഡിസിൻ അല്ലേ?
medicine regularly. Takes medicine regularly. അത് പറയാൻ കുഴപ്പമില്ല. അപ്പൊ ഈ ഹാസും ഹാവും കഴിക്കുന്നു എന്നൊരു കഴിക്കുന്നു എന്നുള്ളൊരു മീനിങ് വരും. ഓക്കെ, അതൊരിക്കലും മറക്കരുത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. ക്ലിയർ. കുറച്ച് പേർക്കൊന്നും ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഈ ഹാസിനും ഹാവിനും കഴിച്ചു എന്നൊരു ഒരു മീനിങ് കൂടെ വരുന്നുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇതിൽ ഫുഡ് അവൾ അവൾ ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞേ. അവിടെ നമുക്ക് ഫുഡ് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈറ്റ് യൂസ് ചെയ്യാം. മനസ്സിലായോ? അല്ലാതെ ഹാവ് വെച്ചിട്ട് പറഞ്ഞു നോക്കിയേ. ഹാവ് ഹാസ് വെച്ചിട്ട് അവൾ ഭക്ഷണം കഴിക്കുന്നു. She eats food. She eats food പറയാം. ഹാവ് വെച്ചിട്ട് പറഞ്ഞു നോക്കിയേ. She She have have food. food. She have. She have ആണോ? She has Has. food. She has food. ഓക്കെ, കുറച്ചെങ്കിലും മനസ്സിലായോ? എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി. അതൊരു ടേക്ക്. നമുക്ക് വേറെ നോക്കാം. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അല്ല ടീച്ചർ, ഇപ്പൊ അതിന്റെ അതൊന്ന് കറക്റ്റ് പറയാമോ? ഏതാ വരികയെന്ന്? എന്തോ ഇപ്പൊ പറഞ്ഞതിന്റെ അവൾ ഫുഡ് കഴിക്കുന്നു എന്നതിന് കറക്റ്റ് ഇതെങ്ങനെയാ വരുന്നത്? ഈറ്റ്സ് ഫുഡ് കറക്റ്റ് ആണ്. She is food. ഷീ ഈറ്റ്സ് ഫുഡ് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ഹാവ് വെച്ചിട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ചെയ്ത് വിട്ടേക്ക്, കുഴപ്പമില്ല. മനസ്സിലായോ? കറക്റ്റ്. മാം അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാവോ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ പിന്നീട് അത് ഡൗട്ട് വന്നാലും. അവൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഷീ ഈറ്റ്സ് ഫുഡ് ആണ്, അല്ലെങ്കിൽ ഷീ ഹാസ് ഫുഡ്, അങ്ങനെ ആ ഒരു പ്രയോഗം വരില്ല. മനസ്സിലായോ? ഫുഡ് എന്ന് പറയുമ്പോൾ ഈറ്റ് കുറച്ചുകൂടെ കറക്റ്റ് ആണ്. ഇപ്പൊ മെഡിസിൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ കഴിച്ചു എന്ന് അങ്ങനെ ഈറ്റ് അവിടെ പറയാറില്ല, അല്ലെ? ഇപ്പൊ ടേക്സ്, അതിന് വേണമെങ്കിൽ ടേക്സ് നമുക്ക് കൊടുക്കാം പകരം. പിന്നെ എന്താണ് ഈ ഹാസ് യൂസ് ചെയ്യാം. ആ ഹാസിനും ഹാവിനും കഴിക്കുന്നു എന്നൊരു മീനിങ് വരും. കഴിച്ചു എന്ന് പറയുമ്പോൾ ഹാഡ് വരും. മനസ്സിലായോ? ദെൻ എന്താണ്? ഷീ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം, ഐ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്നാണ് പറഞ്ഞെങ്കിലോ? കേട്ടില്ല മിസ്, ഒന്നുകൂടെ പറയൂ. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഞാൻ എന്റെ ഫുഡ് കഴിച്ചു. ഞാൻ എന്റെ ഫുഡ് കഴിച്ചു, ഞാൻ ലഞ്ച് കഴിച്ചു എന്നല്ല വരാം. ഓക്കെ, യെസ്. പക്ഷെ അതിന് Okay. പറയാം ഐ ഹാവ് ഹാഡ് ലഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായി. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം? ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാലോ. ഐ ഹാഡ് പറയാൻ പറ്റില്ലേ? ഐ ഹാഡ് മൈ ലഞ്ച്. Yes. അതായത് ഞാൻ ലഞ്ച് കഴിച്ചു. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഇനി ലഞ്ച് കഴിക്കുന്നു ആണെങ്കിലോ? ഹാവ് വരും. Have. I have my lunch. ഹാവ് മൈ ലഞ്ച്. ഓക്കെ, അത് ഷോർട്ട് ആണ് കേട്ടോ. ഷോർട്ട് ഫോം ആണ് അതൊക്കെ. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ? പൊതുവെ അങ്ങനെ പറയേണ്ടത് കഴിച്ചു എന്നുണ്ടെങ്കിൽ, കഴിക്കുന്നു എന്ന് പറയുമ്പോ ഐ ആം ഈറ്റിംഗ് എന്ന് പറയാലോ. ഡൗട്ട് ആയോ? ഇപ്പോ ഫുഡ് കഴിക്കുന്നു എന്ന് പറയുമ്പോ നമ്മ പൊതുവെ എന്താ ഈറ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഹാവ് ഹാസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാവില്ല. ഈറ്റ്സ് യൂസ് ചെയ്യും. ആ സമയം നിങ്ങള് ഞാൻ ഭക്ഷണം കഴിച്ചു എന്നാണെങ്കിലോ അവിടെ ഈറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഹാർഡ് ആവോടെ. ഐ ഹാഡ്. ഹാഡാണ്. അപ്പൊ ഹാഡ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഹാഡ് മൈ ഡിന്നർ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ പ്രസന്റിലാണെങ്കിൽ ഈറ്റ്സ് പറഞ്ഞാൽ മതി. ഈറ്റ്സ് ആണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോ ഷീ ഈറ്റ്സ് ഫുഡ് പറയാം, അല്ലെ? മെഡിസിൻ ഒക്കെ വരുമ്പോ ഷീ ടേക്സ് പറയാം. മെഡിസിൻ എടുത്തു എന്ന് പറയാം, അല്ലെ? ചില സ്ഥലങ്ങളിൽ മെഡിസിൻ എടുത്തു എന്ന് പറയും, അല്ലെ? ശരിയല്ലേ? നന്ദി, എന്തൊന്നും പറയാത്തേ?
എന്ത് പറ്റി? കൺഫ്യൂഷൻ ആയോ? പറയൂ, എന്താ റെസ്പോണ്ട് ഒന്നും ഇല്ലാത്തെ? ഇപ്പൊ പ്രസന്റ് നടക്കുവാണെങ്കിൽ ഷീ ഈറ്റ്സ് ഫുഡ് എന്ന് പറയും. അതെന്താ കാരണം എന്താ? ഷീ ആകുമ്പോ എസ് കൂട്ടി വേണം, വെർബിന്റെ കൂടെ എസ് കൂട്ടണം. അതൊക്കെ അല്ലേ, അത്രേ ഉള്ളൂ. യെസ് മാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഐ ഹാഡ് മൈ ലഞ്ച്. ഇപ്പൊ ഞാൻ ചോദിച്ചു ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, നീ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, നിങ്ങൾ എന്താ പറയാ? യെസ് ഐ ഹാഡ് മൈ. യെസ് ഐ ഹാഡ്, അത്രേ ഉള്ളൂ. യെസ് ഐ ഹാഡ്, ഞാൻ കഴിച്ചു. സോ സിമ്പിൾ. അപ്പൊ ഫുള്ള് പറയണമെന്നില്ല. യെസ് ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചത് ഓട്ടോമാറ്റിക് അതാണ്. എന്താ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? മലയാളത്തിലാണ് ഞാൻ ചോദിക്കണത്. ഇപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താ ആൻസർ മലയാളത്തിൽ പറയാ? ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു. അല്ലാതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയുള്ളൂ. ഇല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ കഴിച്ചു എന്നേ പറയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷില് ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം യെസ് ഐ ഹാഡ്, ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ശരിയാവും, അത് ഐ ഹാഡ് എന്ന് തന്നെ പറയണം. കഴിച്ചു കഴിഞ്ഞല്ലോ, ഓക്കെ. കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. ഞാൻ അടുത്ത മലയാളം പറയാം. അപ്പൊ പാസ്റ്റ് ടെൻസിലാണ് ഹാസ് ഹാവ് ഹാഡ് ഒക്കെ ഉപയോഗിക്കുന്നത്. പാസ്റ്റില് ഹാഡാ യൂസ് ചെയ്യാം, ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല. ഹാഡ് അത് നമ്മളിപ്പോ പ്രസന്റില്ല പഠിക്കുന്നത്, പാസ്റ്റ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തൊരു മലയാളം പറയാം. ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. I wake up 7 o'clock. I woke up 7 o'clock. I wake up at 7 o'clock. Every day. ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. I wakes up 7 a.m. every day. I wakes up 7 a.m. I wake up every day at 7 a.m. ഓക്കെ, ഞാൻ എന്നും രാവിലെയാണ്. ഞാൻ ഇവിടെ സബ്ജക്റ്റ് ആകണം. I സബ്ജക്റ്റ്. നിങ്ങൾ നോട്ട് എടുത്ത് എഴുതി വെക്കും. ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. നോട്ടിൽ എഴുതി വെക്കൂ. I wakes up 7 a.m. in every morning. മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ. പറയൂ, ഞാൻ എന്നും രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഐ ഡെയിലി വേക്ക് അപ്പ് ഇൻ 7. വർഷാദ് മിസ്റ്റേക്ക് ആണ്. I always wake up in 7 o'clock. ഓക്കെ, നോട്ടിൽ എഴുതിയോ എല്ലാവരും? എഴുതിയോ? യെസ് മാം. എഴുതാം. എന്താണ് ഇതിൽ സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ അത് ആദ്യം എഴുതാം. സബ്ജക്ട് ആരാണ്? I. ഞാനാണ്. അപ്പൊ ഐ ആദ്യം എഴുതാം. പിന്നെന്താ എഴുതണ്ടേ? ഞാൻ എന്നും രാവിലെ. ഞാൻ എഴുന്നേൽക്കുന്നത് അല്ലെ, അങ്ങനെയാ വരാം. ഇംഗ്ലീഷിൽ വരുമ്പോ അങ്ങനെയല്ലേ വരാം. ഫസ്റ്റ് സബ്ജക്ട് എഴുതാം, ദെൻ അവസാനം മുതൽ വരണം. മലയാളത്തില് അവസാനം ഏതാണോ അതായിരിക്കും സബ്ജക്റ്റിന് രണ്ടാമത് വരാം. അപ്പൊ എന്താ എഴുന്നേൽക്കുന്നതാണ് ഇവിടെ. അപ്പൊ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോ എങ്ങനെയാണ്? വേക്കപ്പ് ആണ്. വേക്കപ്പ്. അപ്പൊ എത്ര മണിക്ക്? 7 a.m. 7 o'clock.
7 AM. 7 AM എന്ന് പറയുമ്പോ അതിന് മുന്നെന്താ നമ്മൾ ചേർക്കുക? അറ്റ്. അപ്പൊ എഴുതൂ ഐ വേക്ക് അപ്പ് അറ്റ് 7 AM. ഇത്രയും കിട്ടി. എന്നും രാവിലെ. എവരി മോർണിംഗ്. എവരി മോർണിംഗ്. എവറി മോർണിംഗ്. ഇപ്പൊ സെന്റൻസ് കിട്ടിയോ? സെന്റൻസ് ഒന്ന് പറഞ്ഞേ. ഐ വേക്ക് അപ്പ് അറ്റ് 7 AM എവരി മോർണിംഗ്. ക്ലിയർ. ഓക്കെ. ദെൻ ഇപ്പൊ ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കും. ഇതിന് പകരം അവളാണ്. അവൾ എന്ന് രാവിലെ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. പറഞ്ഞേ. She wakes up at 7 AM every morning. വേക്കപ്പ് ആണോ വേക്സപ്പ് ആണോ? Wakes. വേക്സ് ആണ്. She wakes up at 7 AM every morning. ക്ലിയർ ആയി? then എഴുതാം. ഞാൻ ഇന്നും നടക്കാൻ പോകുന്നു. ഞാനത് നടക്കാൻ പോകുന്നു. ഞാൻ എന്നും നടക്കാൻ പോകുന്നു. പറഞ്ഞോക്കേ. എഴുതണമെങ്കിൽ എഴുതാം, പറയണമെങ്കിൽ പറയാം. ഞാൻ എന്നും നടക്കാൻ പോകുന്നു. എഴുതിക്കോളൂ, അത് നല്ലത്. എഴുതിക്കോളൂ. ഞാൻ എന്നും നടക്കാൻ പോകുന്നു. ഫസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. ഫസ്റ്റ് സബ്ജക്ട് എഴുതുക. ദെൻ മലയാളം സെന്റൻസിന്റെ അവസാനം ഏതാണോ അത് സെക്കൻഡ് എഴുതുക. ദെൻ എന്തിനു പോകുന്നു എന്നുള്ളത് എഴുതുക. ഓക്കെ. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആരാണ്? ഓക്കെ. ഞാൻ എന്നും നടക്കാൻ പോകുന്നു എന്നാണ് ഫസ്റ്റ് സബ്ജക്ട് ചെയ്താ. ദെൻ മലയാളം സെന്റൻസിന്റെ അവസാനം എന്താണോ അത് സെക്കൻഡ് എഴുതുക. ദെൻ എന്തിനു പോകുന്നു എന്ന് എഴുതാ. എപ്പോ പോകുന്നു എന്ന് എഴുതാ. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയുവാണെങ്കിലോ? I'm go walking for every day. I go to work every day. I go to work every day. അല്ലോ മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞേ. I am going. ടിബിൻ കറക്റ്റ് ആണ്. ഏകദേശം കറക്റ്റ് ആണ്. I go for a walk. Go for a walk. A walk എന്ന് ഉദ്ദേശിക്കുമ്പോ ഒരു നടത്തമൊന്നല്ല, പക്ഷെ a walk ആണ് കുറച്ചുകൂടി നല്ലത്. I go for a walk every day. കിട്ടിയോ? ഐ എന്ന് പറയുന്ന സബ്ജക്ട് പോകുന്നു എന്ന് പറയുമ്പോ ഗോയ വരാ. സോ എന്തിനു പോകുന്നു? ഫോർ എ വാക്ക്. ഒന്ന് നടക്കാൻ പോകുന്നു അല്ലെ? ഒന്ന് നടക്കാൻ പോകുന്നു. എപ്പോഴാ പോകുന്നേ? എന്നും പോകുന്നു അല്ലെ? സോ ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ. മനസ്സിലായോ? I go for a walk every day na. Go കഴിഞ്ഞ് 4 കഴിഞ്ഞിട്ട് ഡേ വരുമല്ലേ? ഓക്കെ. നല്ല സെന്റൻസ് കംപ്ലീറ്റ് ആവും. പക്ഷെ മലയാളം പറയുമ്പോ ഒരു എന്നൊക്കെ വരും. പക്ഷെ ഒരു അല്ല, ഒന്ന് നടക്കാൻ നമ്മൾ പറയില്ലേ, നടക്കാൻ പോകുന്നു. പക്ഷെ ആ എ എവിടെ വേണം എന്നായിരുന്നു. ഓക്കെ. അങ്ങനെ കറക്റ്റ് പക്കാ മീനിങ് പറഞ്ഞാൽ തെറ്റായിരിക്കും. പക്ഷെ ഐ കറക്റ്റ് ആണ്. നമ്മൾ പറയുമ്പോ ഞാനൊന്ന് നടക്കാൻ പോകുന്നു എന്ന് പറയുമല്ലോ. ഞാനൊന്ന് നടക്കാൻ പോകുന്നു എല്ലാ ദിവസവും എന്ന് പറയാം. എവ്രി ഡേ. അവിടെ ഈ ഇല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ആണ്. മിസ്സിംഗ് വരും. ഐ ഗോ ഫോർ വർക്ക് എവ്രി ഡേ. തെറ്റായിരിക്കും. മീനിങ് പറയുമ്പോ മനസ്സിലായിരിക്കും, പക്ഷെ സെന്റൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് മിസ്റ്റേക്ക് വരും. ഇത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ ഐ ഗോ ഫോർ വർക്ക് എവ്രി ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? സംസാരിക്കുമ്പോ ആ എ ഒക്കെ എവിടേക്കോ പോകും. ഓക്കെ. എന്നാൽ എഴുതുമ്പോ ഇങ്ങനെയാ വരാം. അപ്പൊ അത് ക്ലിയർ ആണ്. ഇനിയിപ്പോ അവനാണെങ്കിലോ? അവൻ എന്നും നടക്കാൻ പോകുന്നു.
എന്താ വരാ? He goes for a walk every day. ആണോ രമ്യ? അങ്ങനെയാണോ? രമ്യ മിണ്ടുന്നില്ല. അന്നു പറഞ്ഞു അതെ കറക്റ്റ് ആണ്. അന്നു പറഞ്ഞ കറക്റ്റ് ആണോ? എനിക്ക് കറക്റ്റാണെന്നാ തോന്നുന്നത്. തോന്നുന്നു കറക്റ്റ് ആണ്. ഐ വരുമ്പോ ഗോ, ഹി വരുമ്പോ ഗോസ്. ഓക്കെ ക്ലിയർ. അടുത്ത എഴുതാ. ആളുകൾ പോകുന്നു. ആൾക്കാര് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. എത്ര ആളുകൾ പോകുന്നു. എന്താ വരാ? മിസ് വെറും ആളുകൾ പോകുന്നെന്ന് മാത്ര. വെറും ആളുകൾ പോകുന്നു. ഒരുപാട് ചിന്തിക്കല്ലേ, ചിന്തിച്ച മിസ്റ്റേക്ക് വരും. വെറും ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞു നോക്കി. People go. They go no. People are going വരുമോ? People go. പീപ്പിൾ ഗോ പറയാം. പീപ്പിൾ ആർ. പീപ്പിൾ ആർ അതെന്താണ്? പീപ്പിൾ ഓൾറെഡി പ്ലൂറൽ ആണ്. പീപ്പിൾ ആർ ഗോയിങ് അവര്. മനസ്സിലായോ? അവിടെ ആറ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഗോയിങ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഇത് ഞാൻ പറഞ്ഞത് പീപ്പിൾ പോകുന്നു, പോകുന്നു എന്നാ പറഞ്ഞത്. ഗോയിങ് ടു പീപ്പിൾ തെറ്റാണ്. People go എന്ന് പറഞ്ഞ പീപ്പിൾ ഗോ എന്ന് പറയാ, പോകുന്നു. ആ സമയം നമ്മൾ ആൾക്കാർക്ക് പോവുകയാണ് എന്ന് പറയില്ലേ? പോകുകയാണ് എന്ന് പറയുമ്പോൾ എന്താ? പീപ്പിൾ ആർ ഗോയിങ് പറയാം. പീപ്പിൾ ആർ ഗോയിങ് ഓർ ലീവിങ് എന്നൊക്കെ പറയാം. മനസ്സിലായോ? ഇത് സിമ്പിൾ പ്രസന്റ് ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ ഗോ പറയും. പീപ്പിൾ ഓൾറെഡി പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ ഗോ യൂസ് ചെയ്തെന്ന് മനസ്സിലാക്കുക. ഓക്കെ പീപ്പിൾ ഗോ. അത് പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ എന്താ വരാ? People are going. പീപ്പിൾ ആർ ഗോയിങ്. ക്ലിയർ ആണോ? മിസ് ഇതിന്റെ എന്നാ ആളുകൾ പോകുന്നു പീപ്പിൾ ഗോ എന്ന് മാത്രമേ വരൂ. സിമ്പിൾ പ്രസന്റില് പീപ്പിൾ ഗോ. ഓക്കെ then അടുത്തത്, ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. എന്താ വരാ? നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ? ആരും ചോദിക്കുമോ നമുക്ക് പറയാം. ഞാൻ മിക്കവാറും ഞാൻ ചായയാണ് കുടിക്കാറ് ഇല്ലേ? നമ്മള് കുടിക്കുന്നത് എന്ന് പറയാറില്ല മലയാളത്തില് സംസാരിക്കുമ്പോ അല്ലേ? ഞാൻ മിക്കവാറും ഞാൻ രാവിലെ എന്താ ചായയാണ് കുടിക്കാറ് എന്നാണ് പതിവ്. എന്നാ ഉദ്ദേശിക്കുന്നത് നമ്മ അങ്ങനെയാ സംസാരിക്കാം. കറക്റ്റ് മലയാളം നമ്മൾ സംസാരിക്കാറില്ല അല്ലേ? അപ്പൊ അതും എന്താ സിമ്പിൾ പ്രസന്റ് ആണ്. പറയൂ, ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്. എന്താ വരാ? പറയൂ. പറയൂ, തെറ്റായാലും കുഴപ്പമില്ല, പറയൂ. മിസ് ഇത് പ്രസന്റ് കണ്ടിന്യൂസാ ആക്കണ്ടേ? പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? അല്ല, സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ മിക്കവാറും രാവിലെ കാപ്പിയാണ് കുടിക്കുന്നത്.
പറയാൻ പറ്റും നോക്കിയേ. എന്താ പറയാ? ഈ മിക്കവാറും എന്നുള്ളതിൽ എന്താ നമ്മൾ പറയാ ഇംഗ്ലീഷില്? കോമൺലി അല്ലേ? കോമൺലി പൊതുവേ അല്ലേ? മിക്കവാറും. Mostly. പ്രോബബ്ലി. യൂഷ്വലി. യൂഷ്വലി ആണ് അല്ലെ? അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി. യൂഷ്വലി എന്ന് പറയുമ്പോൾ സാധാരണയായി, മിക്കവാറും, പതിവായി. I usually drink I usually drink coffee coffee in the morning. ഉറപ്പില്ലാതെ പറയണോ? തെറ്റിപ്പോകോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. I usually drink coffee at morning. I usually drink coffee in the morning. എന്താണ് പോരട്ടെ ഇങ്ങട്. ഉമ്മൈബ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ലാസ്റ്റ് ആയപ്പോ കലം കൊണ്ട് അടച്ചു. ലാസ്റ്റ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞേ ഉമ്മൈബ? അറ്റു കൊടുത്തതാ മിസ്റ്റേക്ക്. അതെ, അച്ചു കൊടുത്തതാണ്. കറക്റ്റ് മനസ്സിലായപ്പോ. I usually take coffee every morning. എവറി മോർണിംഗ്. എവറി മോർണിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മലയാളത്തില്. മിക്കവാറും രാവിലെ എന്നാണ്. എന്നും രാവിലെ ഞാൻ പറഞ്ഞില്ല. I usually drink coffee in the morning. അവരെ പേരെന്തോ തന്നെ. മനഹ പറഞ്ഞത് ശരിയാണെങ്കിൽ മനഹക്ക് ഇങ്ങോട്ട് പറയാൻ ഒരു ബുദ്ധിമുട്ട്. പറഞ്ഞത് ശരിയാണ് എന്നാ പറയൂ. അത് കോൺഫിഡന്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞേ. I usually drink coffee in the morning. അത് പറഞ്ഞൂടെ? ലാസ്റ്റ് ടൈം പറയണോ തെറ്റാണോ? എല്ലാവരും തെറ്റാണോ ശരിയാണോ? കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് പറയുമ്പോ. ഉമ്മൈബ് പറഞ്ഞു. ഉമ്മൈബ് ആദ്യം പറഞ്ഞത് ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി അറ്റ് മോർണിംഗ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ തിരുത്തി കൊടുത്തില്ല. ഉമ്മൈബക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി അല്ലേ ഉമ്മൈബ? മനസ്സിലായി. അതെ. അപ്പൊ നിങ്ങൾ തെറ്റ് പറയുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? അനു കിട്ടിയോ? യെസ് മാം, ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. I usually drink coffee in the morning. ഓക്കെ. അപ്പോ സാധാരണയായി, മിക്കവാറും എന്നുള്ള വാക്ക് യൂഷ്വലി ആണ്. മനസ്സിലാക്കുക, പഠിച്ചിരിക്കും. ഓക്കെ. ദെൻ അവൾ ചിലപ്പോഴൊക്കെ എന്താ പട്ടിയെ വൈകുന്നേരം നടത്തിക്കുന്നു. നടത്തിക്കാറുണ്ടല്ല, നടത്തിക്കുന്നു. ആ വാക്കൊന്നൂടി പറയാവോ? അവൾ ചിലപ്പോഴൊക്കെ, അവളുടെ ഡോഗ് പെറ്റല്ലേ, അപ്പൊ ഡോഗിനെ വൈകുന്നേരം നടത്തിക്കുന്നു. അവൾ ചിലപ്പോഴൊക്കെ നായയെ, അതായത് പട്ടിയെ വൈകുന്നേരം നടത്തിക്കുന്നു. ചിലപ്പോഴൊക്കെ. സംടൈംസ് ആണ്. സംടൈംസ്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിക്കവാറും, ചിലപ്പോഴൊക്കെ, അവൾ ചിലപ്പോഴൊക്കെ എന്നൊക്കെ പറയുമ്പോ ഈ സബ്ജക്റ്റിന്റെ കൂടെ ഈ പറയുന്ന വാക്കും വരണം. ഈ ചിലപ്പോൾ, മിക്കവാറും, എപ്പോഴും എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ വാക്കുകളില്ലേ, യൂഷ്വലി, സംടൈംസ്, ഓൾവേസ് എന്നൊക്കെ പറയുമ്പോ അത് സബ്ജക്റ്റിന്റെ കൂടെ തന്നെ വരണം. ഓക്കെ. എന്നിട്ട് വേണം എന്താണോ ലാസ്റ്റ് ആ സെന്റൻസിന്റെ വരിക അതെടുത്ത് എഴുതാൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ എങ്ങനെയാണ്? അവൾ ചിലപ്പോഴൊക്കെ എന്താ വരാ? She sometimes. She sometimes. ലാസ്റ്റ് ഈ സെന്റൻസിൽ ലാസ്റ്റ് എന്താണ്? നടത്തിക്കുന്നു. നടത്തിക്കുന്നു. അപ്പൊ നടക്കുക എന്നാണ്. അപ്പൊ എന്താ വരാ? വാക്കാണ്. വാക്കാണോ? walks എന്ന് പറഞ്ഞ Walks. She sometimes walks. എന്ത്?
എന്തിന്? Dog. ആ അപ്പൊ She sometimes walk dog എപ്പോ in the evening. In the evening. ഒന്നുകൂടെ പറഞ്ഞ സെന്റൻസ്. She sometimes walks dog in the evening. സെന്റൻസ് കറക്റ്റ് ആണല്ലോ. മിസ്സേ ആ എവിടെ പട്ടിനെ എവിടെയോ മിസ് ആയിട്ടുണ്ട്. ആ ഓക്കെ, അത് She മനസ്സിലായി. sometimes walks her dog in the evening. She sometimes വാക്സ് വിത്ത് ഹെർ എന്ന് വരുമോ With her. with. ആ മലയാളത്തിൽ കൂടെ എന്നൊരു ഞാൻ പറഞ്ഞില്ല. Her dog. എന്താ പറയാ? സിമ്പിൾ ആണ്, ഒന്ന് ആലോചിച്ച് വെക്കുക. She sometimes walks the dog. The dog ആണ്. The dog in the evening. She sometimes walks the dog in the evening. അതായത് walks dog എന്ന് പറയുമ്പോൾ അതാണ് ആ മിസ്സിംഗ് വന്ന walks dog എന്ന് പറയുമ്പോൾ മിസ്സിംഗ്. Okay, ma'am. Okay. walks the dog in the evening. Okay. Walks the dog വരാ. Yeah, walks the dog. അനി അടുത്ത ഏതാ? അവൻ എപ്പോഴും കൃത്യസമയത്താണ് കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. കൃത്യസമയത്താണ് എന്നല്ല, കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. അവൻ എപ്പോഴും കറക്റ്റ് ആ സമയത്ത് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞേ. He usually walking. യൂഷ്വലി ആണോ? അവൻ പതിവായി സാധാരണയായി എന്നല്ല ഞാൻ പറഞ്ഞേ, അവൻ എപ്പോഴും എപ്പോഴും Regularly. എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. എപ്പോഴും ഓൾവേസ്. പഴയത് പോലും ഒക്കെ മറന്നല്ലേ, എല്ലാം പോയി. എന്താ പറയാ? അവൻ എപ്പോഴും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നു. എന്താ പറയാ? സബ്ജക്ട് He always he always goes. പോരട്ടെ, പറയൂ. Always. One second. ഞാൻ പറഞ്ഞിട്ടില്ലാണ്ട, നിങ്ങൾ എല്ലാവരും പറയണം. ഓക്കെ. മിസ് കൃത്യസമയം എന്ന് പറയുമ്പോ എക്സാക്ട് ടൈം എന്ന് പറയും ഇവിടെ. ഓൺ ടൈം എന്നല്ല പറയാ. Miss, he always goes to work on the time. സനു എന്നാണ് പേര്. അതെ അതെ. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. He always goes to work on time. Goes to On time. goes to Work on time. correct. She always goes to work on time. ദൈവ കറക്റ്റ് ആണ്. ഗോസ് ടു ആണ് വര. ഹി ഓൾവേസ് ഗോസ് ടു വർക്ക് ഓൺ ടൈം. ടു എന്താണ് വന്നതിന് ഡൗട്ട് ഉണ്ടോ? അവൻ എന്തിനാ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത്? വർക്കിനാണ് പോകുന്നത്, അതുകൊണ്ടാണ് To to. work. മനസ്സിലായോ? Yes, ma'am. ഹി ഓൾവേസ് ഗോസ് ടു വർക്ക് ഓൺ ടൈം. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓൾവേസ് അവൻ എപ്പോഴും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് ഹി ഓൾവേസ് എന്നത്. പിന്നെ എവിടെ പോകുന്നു? പോകുകയാണ് അല്ലെ? അപ്പൊ ഹി ആണോ Goes to work. ഐ ആണോ നോക്കിയിട്ട് ആ ഗോ വേണോ ഗോസ് വേണോ എന്ന് ചിന്തിക്കാം. അപ്പൊ ഇവിടെ ഹി ആണ് വന്നത്. അപ്പൊ സോ
ഗോസ് വരും. He അപ്പൊ always goes. അത്രയും കിട്ടി. എവിടെ പോകുന്നു? വർക്കിന് പോകുന്നു കൃത്യസമയത്ത്, അല്ലെ? To വർക്കിന് work on time. ഓൺ ടൈം. സിമ്പിൾ ആണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി പറയാൻ നോക്കൂ കേട്ടോ. ഇനി ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത്. ഞാൻ രാവിലെ ചായ കുടിക്കുന്നു. ഞാൻ രാവിലെ ചായയാണ് കുടിക്കുന്നത് എന്ന് വെച്ചാലും കുഴപ്പമില്ല. ഏത് ടെൻസ് ആണ്? ഐ ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ്. ചായ, കോഫി ഓക്കെ, ഇറ്റ്സ് ഓക്കെ. I drink tea in the morning. I drink tea in the morning. ഓ മൈ ഐ ഓൾവേസ് ഡ്രിങ്ക് എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും രാവിലെ ചായയാണ് കുടിക്കുന്നത്. ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ പറഞ്ഞില്ല. ടിഫിൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് നോക്കിയേ. ടിഫിൻ Miss, പറഞ്ഞ I drink tea in the morning എന്നാണോ? I drink tea in the morning. ആണോ? അന്നെ പറഞ്ഞ ശരിയാണോ? അതെ ശരിയാണ്. ശരി, ശരിയാണല്ലോ. ടിഫിൻ Thank you, ma'am. മിസ്റ്റേക്ക് ഉണ്ട്. ഐ ഡ്രിങ്ക് ടീ അറ്റ് മോർണിംഗ് എന്ന് പറയില്ല, ഇൻ ദി മോർണിംഗ്. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്. അങ്ങനെ തന്നെ ഇപ്പൊ ഞാനും എഴുതി I drink tea in the morning. കറക്റ്റ് ആണ്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്. എന്താ വരാ? നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? എന്തിനാണ് ഇത്ര സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. സിമ്പിൾ പ്രസന്റില് ക്വസ്റ്റ്യൻ വരുമ്പോ എന്താ ചേർക്കണ്ടെന്നാ പറഞ്ഞേ? Do you drink tea in the morning? ഒന്നുകൂടെ പറഞ്ഞതേപ്പാ. Do you drink tea in the morning? ഓക്കെ, തൈബ് പറഞ്ഞു. ഇനി വേറെ ആരാ പറയാ? ഞാൻ കറക്റ്റ് ആണോ ഇല്ലെന്ന് തൈബിനോട് പറഞ്ഞിട്ടില്ല. ബാക്കി വേറെ ആരാ പറയാ? Do you drink tea in the morning? ഓക്കെ, എന്നും പറഞ്ഞു. ഇനി ആരെങ്കിലും? ആരുമില്ല. മിസ് ഇത് സിമ്പിൾ പ്രസന്റിലാ പറയണ്ടേ? Do you have drink tea in the morning? മൻഹ പറയൂ. Do you have drink in the morning? അന്നു മൻഹ പറഞ്ഞ ശരിയാണോ? അതിലെ അന്നു പറഞ്ഞോ ശരി? Do you have drink tea in the morning? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അന്നു കൺഫ്യൂഷനായി. മൻഹ പറഞ്ഞ ശരിയാണോ? Do you drink? Do you drink? മൻഹ പറഞ്ഞാണ് ശരി, ഞാൻ അനു പറഞ്ഞാണ് ശരി. Do you have ഒരു? ഞാൻ എന്നോട് Do you drink tea in the morning? Do you have drink in the morning? എന്താ വരാ? Do you drink
ടീ ഇൻ ദ മോർണിംഗ് ആണ് ആൻസർ. ഡു യു ഡ്രിങ്ക്? ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഞാൻ അങ്ങനെയായിരുന്നു മിസ് പറഞ്ഞിരുന്നത്. ഹാവ് വരുമെന്ന് ഡൗട്ട്. ഡു യു ഹാവ് എന്ന് പറയുമ്പോ എന്താ? കുടിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഉണ്ടോ, മനസ്സിലായോ? അതാണ് ഉണ്ടോ അല്ല നമുക്ക് വേണ്ടത്. ചായ കുടിച്ചിട്ടുണ്ട് എന്നാണ് വേണ്ടത് അല്ലേ? കുടിച്ചിട്ടുണ്ട് എന്നല്ല നമുക്ക് ക്വസ്റ്റ്യൻ അല്ലേ. ഡു യു ഹാവ് ടീ ഇൻ ദ ഡു യു ഹാവ് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ഡു യു ഹാവ് ടീ ഇൻ ദ രാവിലെ ചായ കുടിക്കുന്നത്, ചായയാണോ കുടിക്കുന്നത്? ആ ചായയാണോ കുടിക്കുന്നതാണ് ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. മോർണിംഗ്. നീ രാവിലെ ചായ കുടിക്കുന്നുണ്ടോ? അപ്പൊ ഡു യു ഹാവ് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? അങ്ങനെയാണ്. കുടിക്കുന്നുണ്ടോ എന്നാണ് ഹാവ്. ഓക്കെ. അവൾ ചായ കുടിക്കുന്നുണ്ടോ എന്നാണെങ്കിലോ? അവൾ ചായ കുടിക്കുന്നുണ്ടോ? അവൾ രാവിലെ ചായ കുടിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത് ചുമ്മാ. അവൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവൾ വരുമ്പോ എന്താ ക്വസ്റ്റ്യൻ വരാ? ഓക്കെ, അതൊന്നും പറയും, തീരുമാനമായിട്ട് പറയാം. ഓക്കെ. പറയൂ. Does she drink tea? Does she have drink tea in the morning? Yeah, correct. Does she drink? Does she have drink? ഹാവ് ഡ്രിങ്ക് ചോദിച്ചിട്ടും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഹാവിന് കഴിച്ചു എന്നൊരു മീനിങ് വരും. മനസ്സിലായോ? Does drink. Does she have Does ഉണ്ടോന്നോ? ഞാൻ പറഞ്ഞല്ലോ അവൾ ചായ കുടിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടോന്ന് കേട്ടാൽ അവിടെ ഹാവ് ഉണ്ട്. She does have. She does have. Does she have? Does she have? മിസ് ഇപ്പൊ ലാസ്റ്റ് എന്താ ചോദിച്ചത്? അവൾ ചായ കുടിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ അല്ലേ അവൾ ചായ കുടിക്കുന്നുണ്ടോന്ന്? Does she have drink tea in the morning? Ma'am, does she have drink tea in the morning? ആണോ? ഒന്നില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് ആണ്. ഒന്നില്ലെങ്കിൽ അവിടെ ഹാവ് മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഡ്രിങ്ക് മാത്രം യൂസ് ചെയ്യാം. രണ്ടും യൂസ് ചെയ്യരുത്. Does she have tea in the morning? Does she have tea in the morning? Does she have tea in the morning ചോദിക്കാം, അല്ലെങ്കിൽ does she drink tea in the morning ചോദിക്കാം. മിസ് അവള് ചായ കുടിക്കുന്നുണ്ടോന്നല്ലേ? അവിടെ രാവിലെ രാവിലെ ഇപ്പൊ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, രാവിലെ ഹാസ് യൂസ് ചെയ്യാൻ വെച്ചാൽ മതി. ഓക്കെ. രാവിലെ എന്ന് പറയുമ്പോ ഇൻ ദ മോർണിംഗ് ചേർക്കാം, ഇത്രയേ ഉള്ളൂ. അതെ, കൺഫ്യൂഷൻ ആയോ? ചോദിക്കോ? Does she had tea in the morning? She had a she have. ഇപ്പൊ മിസ് രണ്ട് രീതി പറയാം. അതെ, രണ്ട് രീതി പറയാം. മിസ് ഹാഡ് രണ്ട് രീതി. Have. ഒമൈബാ ആ എന്താ ചോദിച്ചേ? ഹാഡ് ആണോ വരാ ഹാവ് ആണോ? ഹാഡ് അല്ലേ വരാൻ?
ഹാഡ് ഹാഡ് പാസ്റ്റ് ആണ്. പാസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. കുടിച്ചോ എന്നാ, കുടിച്ചിരുന്നോ എന്നല്ല, കുടിച്ചോ കഴിഞ്ഞ കാര്യമല്ലല്ലോ. ഇത് കുടിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. പാസ്റ്റ് പ്രസന്റ് ആണ്. കുടിക്കുമോ എന്ന് ചോദിച്ചാലും മതി. മിസ് അപ്പൊ രണ്ട് രീതി പറയാൻ പറ്റില്ല. ഡസ് ഷീ ഹാവ് ടീ ഇൻ ദ മോർണിംഗ്, ഡസ് ഷീ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്, അങ്ങനെ രണ്ടായിട്ട് പറയും. പറയും. ഓക്കെ. നമുക്ക് ക്ലിയർ ആയി. പിന്നെന്താണ് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ? യെസ് മാം. ഷീ ഹാവ് ആണ് ഹാസ് ആണ്. ഷീ വരുമ്പോ ഹാസ് വരില്ലേ? ഹാസ് അല്ലേ വരുന്നേ? കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കണ്ടിരുന്നു അത്. ഇപ്പൊ ചോദിച്ച ചോദ്യം തെറ്റല്ലേ? ഷീ ഹാസ് അല്ലേ വരെ? ഷീ ഹാസ് ഡ്രിങ്ക്. അതല്ലല്ലേ മിസ് ഞാൻ ചോദിച്ച ഹാവ് വരുമോ? അതാണ് ഞാനും പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കത് മനസ്സിലായില്ലല്ലോ? ഞാൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞ പേര് എന്താണ്? ഐ യു ബി ദേ ആണെങ്കിൽ ഹാവ്, ഈ ഷീറ്റ് ആണ് ഹാസ്. അതാണ് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വന്നത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഡ്രിങ്ക് ആയാലും പറഞ്ഞാൽ മതി. ഓക്കെ, ഡ്രിങ്ക് പറയും. ഒരു കൺഫ്യൂഷൻ വരില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും. ഡ്രിങ്ക് ആവുമ്പോൾ ആ വിഷയമില്ല. ഓക്കെ, ഡസ് ഷീ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? അതാണ് നല്ലത്. മനസ്സിലായോ? മാം ഒന്നുകൂടെ പറഞ്ഞ ക്ലിയർ ആയില്ല, നെറ്റ് കട്ടായത്. ഡസ് ഷീ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഡ്രിങ്ക് എഴുതിയോ അത്? ഡസ് ഷീ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. അവിടെ ഡ്രിങ്ക് എന്ന് വരാൻ കാരണം എന്താ? അവിടെ ഡ്രിങ്ക് ആണോ വരേണ്ടത്, ഡ്രിങ്ക്സ് ആണോ വരേണ്ടത്? ഡ്രിങ്ക്സ് തന്നെയാണ്. എന്താ ഡ്രിങ്ക്സ് അല്ല, ഡ്രിങ്ക് ആണ് പറയണ്ടേ. കാരണം എന്താണ്? ഡസ് വന്നിട്ടുണ്ട് അവിടെ. ഡസ് വന്നത് കൊണ്ട് നമ്മൾ ഡ്രിങ്ക് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിക്കുമ്പോഴും ഡസ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിങ്ക് എന്ന് പറയാ, ഡ്രിങ്ക്സ് പറയരുത്. അതിന്റെ ആ ഒരു അപ്പുറം പോയി എന്ന് വിചാരിക്കാം. മനസ്സിലായോ? ശരിക്കുള്ള ആൻസർ ഒന്നും കൂടി പറയാം. ഡസ് ഷീ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? അവൾ രാവിലെ ചായയാണ് കുടിക്കുന്നേ, അല്ലെങ്കിൽ ചായ കുടിക്കുമോ? മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ വരാം. അതെ, ഹാവിന് പകരം ഹാസ് വെച്ച് എങ്ങനെ പറയാ? അപ്പൊ ഹാസ് വേണ്ട, ഹാസ് പറയണ്ട. ഹാസ് പറഞ്ഞത് തെറ്റാണ്. ഹാസ് വിട്ടേക്കും. ഓക്കെ, ഹാസ് ഇല്ല. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ചോദിച്ചെന്താണ്? നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്. അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. അതും പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഡു യു ഹാവ് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഹാവ് വേണ്ട. സോറി. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? ഇതല്ല ആദ്യം തന്നെ പറഞ്ഞേ. ഹാവ് വന്നപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയി മിസ്. പറഞ്ഞിന് ഹാവ് വേണ്ട, ഹാവിന് വിട്ടേക്കൂ. ഹാവ് ഇല്ല. ഹാവ് വരുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ നല്ലോണം വരുന്നുണ്ട്. അപ്പൊ ഹാവ് വേണ്ട, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്. നീ രാവിലെ ചായ കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹാവ് വരുമോ? ഉണ്ടോന്ന് ചോദിക്കുന്ന ഹാവ് വരും. അപ്പൊ അതങ്ങനെ വെക്കുവോ? അതായത് നമ്മൾ തിരിച്ചും മറിച്ചും പറയണ്ട. ഉണ്ടോ എന്നൊക്കെ പറയുമ്പോ ഉണ്ടോ എന്നൊക്കെ പറയുമ്പോ ഹാവ് ഒക്കെ വരും. മനസ്സിലായോ? എനിക്കൊരു കാറുണ്ട് എന്ന് പറഞ്ഞേ. I have a car. അവൾക്കൊരു കാറുണ്ട്. She has a car. She has a car. അവിടെ ഹാവ് പറഞ്ഞിട്ട് കേട്ടില്ലേ? She has a car.
അപ്പൊ മനസ്സിലായോ? ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ഈ ഹാവ് ആൻഡ് ഹാസ് ഒക്കെ വരും. ഓക്കെ. യെസ് മിസ്. അപ്പൊ ശരി, നിങ്ങൾ രാവിലെ ചായയാണ് കുടിക്കുന്നത്? എന്റെ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടേ? ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് ക്വസ്റ്റ്യൻ ആണ്, എന്റെ ആൻസർ വേണം. യെസ് ഐ ഹാവ്. No. നോ. നോ. ബാക്കിയോട് പറ. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? No, I didn't. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, നോ ഐ ഡോണ്ട് എന്ന് പറയാം. ഡോണ്ട് പറയണോട്ടാ, ഡോണ്ട് ആണ്, കാരണം ഡു ആണ് ചോദിച്ചേ, അപ്പൊ ഡോണ്ടാ വരാം. ഡോണ്ട്, അത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഓക്കെ. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? No, I don't drink. നോ ഐ ഡോണ്ട് ഡ്രിങ്ക്. ആരെങ്കിലും കുടിക്കാറുണ്ടോ? കുടിക്കുന്നുണ്ടോ? യെസ് ഐ ഡ്രിങ്ക് എന്തെങ്കിലും പറയൂ ആരെങ്കിലും? യെസ് ഐ ഡ്രിങ്ക്. മസ്റ്റ് ആയിട്ടും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. കുടിക്കുന്നില്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഡ്രിങ്ക്. കുടിക്കുന്നില്ലെങ്കിൽ യെസ് ഐ ഡ്രിങ്ക്. ഓക്കെ, ക്ലിയർ? വളരെ കുറച്ചാണ് ഇത് നോക്കിയത്. ടൈം കഴിഞ്ഞു. ആരെങ്കിലും അറിഞ്ഞോ ടൈം പോയത്? ഇല്ല മിസ്. ആരും അറിഞ്ഞില്ല, ഞാനേ അറിഞ്ഞുള്ളൂ അല്ലേ? അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് മിസ് എങ്ങനെ? ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫോമൻസ്? ഞങ്ങളെ കുറിച്ചൊന്ന് പറയൂ. നിങ്ങളെ കുറിച്ച് ഇപ്പൊ നല്ലതാണ്. ഇപ്പൊ കുറച്ചുപേര് മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, കുറച്ചുപേരൊന്നും ആക്റ്റീവ് ആണ്. കുറച്ചുകൂടെ ആക്റ്റീവ് ആണ്. പിന്നെ ക്ലാസ് ഇപ്പൊ നല്ല രസമല്ലേ ക്ലാസ്സില്? നമുക്ക് ജോയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഇല്ലേ? ഇല്ലേ? യെസ് മാം. യെസ് മാം. അപ്പൊ ഇങ്ങനെ ക്ലാസ് എക്സാം ഇല്ലെന്ന് കേട്ടപ്പോ ഞങ്ങൾ ഹാപ്പിയായി. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാലോ. എക്സാം ഇല്ലെന്ന് കേട്ട സന്തോഷമായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ററാക്ട് ചെയ്യലോ, നല്ലോണം പഠിക്കാം, സംസാരിക്കാം, കൂളായിട്ട് പഠിക്കാം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. Thank you. Okay, ma'am. Thank you.